ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും കാത്തിരുന്നത് പോലെ ഇഗ്നു ഡിസംബർ 2025 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ BA, BCom, BSW, BBA പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത്. നോർമലി യൂണിവേഴ്സിറ്റിയിൽ 2 ടേമുകളിലാണ് എക്സാം നടക്കുന്നത്. ഒന്ന് ജൂണിലും മറ്റേത് ഡിസംബറിലും. സോ ഇപ്രാവശ്യത്തെ ഡിസംബറിൽ, അതായത് 2025 ഡിസംബറിലെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ തന്നിട്ടുള്ള ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ 6 മുതൽ ഒക്ടോബർ 6 വരെയാണ്. അപ്പോൾ ഈ ഒരു ഡിസംബറിൽ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു ഡിസംബറിൽ എക്സാം എഴുതാൻ പറ്റുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഡൗട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന, അതായത് ജാനുവരി 2024 അഡ്മിഷൻ എടുത്തിട്ട് സെക്കൻഡ് ഇയേഴ്സിൻ്റെ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ്, അവർക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ജാനുവരി 2025 ഫസ്റ്റ് ഇയേഴ്സിനും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ജൂൺ 2024 ഫസ്റ്റ് ഇയേഴ്സിൻ്റെ എക്സാം എഴുതാത്ത സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അവർക്കും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെയോ സെക്കൻഡ് ഇയേഴ്സിൻ്റെയോ തേർഡ് ഇയറിൻ്റെയോ എക്സാം എഴുതാത്ത കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷന് ടൈം തന്നിരിക്കുന്നത് സെപ്റ്റംബർ 6 മുതൽ ഒക്ടോബർ 6 വരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്രയും ടൈം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവസാനം രജിസ്ട്രേഷൻ ചെയ്യാമെന്നുള്ളത്. സോ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ നമുക്ക് എക്സാം സെൻറ്റേഴ്സ് ഒക്കെ നമുക്ക് അടുത്ത് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതാകുമ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു എക്സാം സെൻറ്ററിൽ തന്നെ എക്സാം എഴുതാൻ പറ്റും. ഇനിയും നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ വൈകിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ദൂരത്തുള്ള ഒരു കോളേജിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾക്ക് അടുത്തുള്ള ഒരു എക്സാം സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ആദ്യം തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തരണം. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ വൈകുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള എക്സാം സെൻറ്റേഴ്സിൽ സീറ്റിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ദൂരെയുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒരു കോളേജിലൊക്കെ പോയിട്ട് വേണ്ടി വരും നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണോ എക്സാമുകൾ എഴുതുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പേപ്പേഴ്സ് ആണോ എഴുതുന്നത്, അതിൻ്റെ കോഡുകൾ തെറ്റാണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കോഡുകളൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഫേസ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഏതൊക്കെ പേപ്പറാണോ നിങ്ങൾ എഴുതുന്നത് അതിൻ്റെ കോഡുകളൊന്നും തെറ്റാണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലൊക്കെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ഡിസംബർ 2025 എക്സാമിൻ്റെ രജിസ്ട്രേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.